Hello there. Once again, welcome back to SN Travel Vlogs. ഇന്നത്തെ നമ്മുടെ യാത്ര വളരെ സ്പെഷ്യലാണ്. കാരണം ഒരു യൂഷ്വൽ ഉല്ലാസയാത്ര അല്ല ഇന്ന്. ആത്മീയതയും സാഹസികതയും കൂടിച്ചേർന്ന ഞങ്ങളുടെ ഈ കാൽവെപ്പുകളിലേക്ക് നിങ്ങളെയും സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. സുപ്രസിദ്ധമായ കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും കുടജാദ്രിയിൽ നിലനിൽക്കുന്ന ശ്രീ ശങ്കരാചാര്യരുടെ സർവജ്ഞ പീഠത്തിലേക്ക് SN ട്രാവൽ വ്ലോഗ്സ് നടത്തിയ ഒരു മനോഹരമായ യാത്രയുടെ ദൃശ്യാനുഭവങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂകാംബികയിൽ നിന്ന് കുടജാദ്രിയിലേക്ക് നമുക്ക് 4-wheel ഡ്രൈവ് വാഹനങ്ങളിൽ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. ഏകദേശം 38 കിലോമീറ്ററോളം ദൂരമുണ്ട്. സ്വന്തമായി വാഹന സൗകര്യമില്ലാത്തവർക്ക് മൂകാംബിക ക്ഷേത്ര പരിസരത്ത് നിന്ന് ജീപ്പ് സർവീസ് ലഭ്യമാണ്. ജീപ്പിൻ്റെ റെൻ്റ് വരുന്നത് പ്രൈവറ്റ് ആയിട്ടാവുമ്പോൾ 3000 മുതൽ 3500 രൂപ വരെയും ഷെയ്ഡ് ആണെങ്കിൽ 450 മുതൽ 500 രൂപ വരെയും ആണ്. ഇനി നമുക്ക് സ്വന്തം വാഹനമുണ്ടെങ്കിൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വരെ അതിൽ പോയിട്ട് അവിടെ നിന്ന് ജീപ്പ് ഹയർ ചെയ്യാവുന്നതുമാണ്. മൂകാംബിക മുതൽ ചെക്ക് പോസ്റ്റ് എത്തുന്നത് വരെ റോഡ് ടാറിട്ടതും കോൺക്രീറ്റ് ചെയ്തതുമായതുകൊണ്ട് യാത്ര സുഖകരമായിരുന്നു. റോഡിൻ്റെ 2 ഭാഗങ്ങളിലും മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ വന്നു. കൃഷിയിടങ്ങളും വനഭൂമിയും മാത്രമല്ല ജനവാസമുള്ള സ്ഥലവുമായതുകൊണ്ട് ഇടയ്ക്കിടെ വീടുകളും കാണാമായിരുന്നു. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് മുതലാണ് ഓഫ് റോഡ് യാത്ര ആരംഭിക്കുന്നത്. കാട്ടിലൂടെയുള്ള വഴിയാണ്. വളവും തിരിവും കയറ്റവും ഇറക്കവും നിറയെ പാറക്കല്ലുകളുമുള്ള മൺപാതയായതുകൊണ്ട് ഇനി അങ്ങോട്ട് യാത്ര അത്ര സുഖകരമൊന്നുമല്ല. കുടജാദ്രിയെ പറ്റി പറയുകയാണെങ്കിൽ കർണാടകത്തിലെ സഹ്യപർവ്വത നിരകളിലെ ഒരു കൊടുമുടിയാണ് കുടജാദ്രി. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1343 മീറ്ററാണ്. എന്നുവെച്ചാൽ 4400 അടിയോളം വരും. കർണാടകയിലെ ഏറ്റവും ഉയരം കൂടിയ മലകളിൽ ഒന്നാണ് കുടജാദ്രി. ഈ കൊടുമുടിക്ക് കുടജാദ്രി എന്ന പേര് വരാനുള്ള കാരണം എന്താണെന്നറിയാമോ? സംസ്കൃത വാക്കുകളായ കുടജൻ, അദ്രി എന്നീ വാക്കുകൾ കൂട്ടിച്ചേർന്നപ്പോഴാണ് കുടജാദ്രി ആയത്. കുടജം ഈ പർവ്വത മേഖലയിൽ കണ്ടുവരുന്ന വൈൽഡ് ജാസ്മിൻ എന്ന ചെടിയുടെ പേരും അദ്രി എന്നാൽ പർവ്വതവുമാണ്. വനത്തിലൂടെയുള്ള ജീപ്പ് യാത്ര അത്ര സുഖകരമൊന്നുമല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. ഒന്നുകൂടി പറയട്ടെ, സുഖകരമല്ല എന്ന് മാത്രമല്ല, അതീവ ദുർഘടമായ ഒരു യാത്ര തന്നെയാണിത്. ആടിയുലയുന്ന ജീപ്പിനുള്ളിൽ പിടിച്ചിരിക്കുക എന്നത് തന്നെ യാത്രികരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക്കാണ്. വനമേഖലയിലുള്ള യാത്രയിലുടനീളം പലയിടങ്ങളിലും ഹൈലി പോയ്സണസ് ആയ ഇഴജന്തുക്കളെ കാണുവാനിടയായി. അതുകൊണ്ട് ട്രെക്കിംഗ് ചെയ്യുന്നവർ അതീവ ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ്. ഇതിനിടെ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ഈ വനമേഖല മുഴുവൻ പ്ലാസ്റ്റിക് നിരോധിത മേഖലയായതുകൊണ്ട് ചെക്ക് പോസ്റ്റിൽ അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചെക്കിംഗ് ഉണ്ട്. കഴിയുന്നത്ര നമ്മൾ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. അവിടെ ഓരോ വാഹനങ്ങളും പരിശോധിച്ച് പ്ലാസ്റ്റിക് വസ്തുക്കളുടെ കൃത്യമായ എണ്ണം രേഖപ്പെടുത്തും.
തിരികെ വരുമ്പോഴുള്ള ചെക്കിംഗ് സമയത്ത് അതേ എണ്ണം ഉറപ്പുവരുത്തുകയും ചെയ്യും. അല്ലാത്ത പക്ഷം അവർ പറയുന്ന തുക ഫൈനായി കൊടുക്കേണ്ടി വരും. മലയ്ക്ക് ചുറ്റുമുള്ള മഴക്കാടുകൾ എല്ലാ സമയവും മഞ്ഞു മൂടിക്കിടക്കുന്നു എന്നതാണ് സഞ്ചാരികളെ അവിടേക്ക് ആകർഷിക്കുന്ന ഏറ്റവും വലിയ സവിശേഷത. മല കയറാൻ താല്പര്യമുള്ള സഞ്ചാരികൾക്ക് ഉത്തമമായ ഒരു അനുഭവം കൂടിയാണ് കുടജാദ്രിയിലേക്കുള്ള ട്രെക്കിംഗ്. യാത്ര ദുർഘടമാണെങ്കിൽ കൂടെയും മുന്നോട്ട് പോകും തോറും നമ്മെ വരവേൽക്കുന്ന ശുദ്ധവായുവും കോടമഞ്ഞിൻ്റെ കുളിരും പറഞ്ഞറിയിക്കാനാവാത്ത അനുഭൂതിയാണ്. ഇവിടുത്തെ കാറ്റിൽ തണുപ്പും സാന്ത്വനവുമുണ്ട്. അതിൽ അനശ്വരമായ ഐതിഹ്യ കഥകളും ആധ്യാത്മിക ചിന്തകളും ഇഴചേർന്ന് കിടക്കുന്നു. അതോടൊപ്പം തന്നെ ആദിശങ്കരാചാര്യരുടെ പാദങ്ങൾ പതിഞ്ഞ പുണ്യഭൂമിയായതിനാൽ അനേകായിരങ്ങൾ സന്ദർശിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായും കുടജാദ്രി നിലകൊള്ളുന്നു. താഴ്വരകളെ മറച്ചുകൊണ്ട് താഴെ പരന്നു കിടക്കുന്ന മേഘങ്ങളും മഞ്ഞും ഈ ലോകത്തിൻ്റെ തന്നെ മേൽക്കൂരയിൽ നിൽക്കുന്ന മാസ്മരികതയാണ് നമ്മിലേക്ക് പകർന്നു നൽകുക. ഈ ശാന്തത മനസ്സിനൊരു തണലുമാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മുടെ കണ്ണുകളിലൂടെ ശരീരത്തെക്കാൾ ഉപരി നമ്മുടെ ആത്മാവിനെ റീജുവനേറ്റ് ചെയ്യുന്നത് ഒരു അനുഭവം തന്നെയാണ്. അത് എത്ര പറഞ്ഞാലും അനുഭവിച്ച് തന്നെ അറിയാൻ കഴിയുന്നത് ഒരു ഭാഗ്യവുമാണ്. സ്വർഗത്തിലേക്കുള്ള പാത കല്ലും മുള്ളും നിറഞ്ഞതാണ് എന്ന് പറയാറുണ്ടല്ലോ. അതുപോലെ ഈ കഷ്ടപ്പാടൊക്കെ അതിജീവിച്ച് ദുർഘടമായ യാത്ര ഏകദേശം തീരാറാവുമ്പോൾ നമ്മെ കാത്തിരിക്കുന്ന നയനാനന്ദകരമായ താഴ്വാര കാഴ്ചകൾ വളരെയധികം റീഫ്രഷിങ്ങുമാണ്, ഊർജദായകവുമാണ്. കുടജാദ്രിയുടെ അഗ്രഭാഗത്ത് പ്രകൃതിയും ആത്മീയതയും സമന്വയിച്ച് ഒരു മാജിക്കൽ ആംബിയൻസ് ആണ് നമുക്ക് ആസ്വദിക്കാനാവുക. മൂടൽ മഞ്ഞ് നിറഞ്ഞ കാട്ടുപാതകൾ കടന്ന് മേൽശിഖരത്തിലെത്തുമ്പോൾ തനതായ ഹരിത പ്രദേശങ്ങളും പരന്നു കിടക്കുന്ന മലനിരകളും ദൂരദൃശ്യമായി നമുക്ക് അനുഭവപ്പെടും. പ്രകൃതിക്ക് മുന്നിൽ നമ്മൾ മനുഷ്യർ എത്രയോ ചെറുതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം തന്നെ പ്രകൃതിയുമായുള്ള നമ്മുടെ ആത്മീയമായ ഒരു ബന്ധം റിവൈവ് ചെയ്യപ്പെടുന്നതും നമുക്ക് അനുഭവിച്ചറിയാം. അങ്ങനെ നമ്മൾ അവർണ്ണനീയമായ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനമെന്ന് വിശ്വസിക്കപ്പെടുന്ന കുടജാദ്രി ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതെ, കഴിഞ്ഞിട്ടില്ല കേട്ടോ. കുടജാദ്രിയിലെ സർവജ്ഞ പീഠത്തിലേക്കുള്ള ട്രെക്കിംഗ് കാഴ്ചകളും വിശേഷങ്ങളും കാണണ്ടേ? അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അതുവരേക്കും സൈനിങ് ഓഫ് SN ട്രാവൽ വ്ലോഗ്സ്.